ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 8ാമത്തെ ബഡ്ജറ്റ് ഇടത്തരം ചെറുകിട വ്യാപാര കർഷക വിദ്യാഭ്യാസ ആരോഗ്യ നിർമ്മാണ ടൂറിസം മേഖലകൾക്ക് ഗുണകരമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ യോഗം. ബഡ്ജറ്റ് അവലോകനം ചെയ്ത് MDC നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ യോഗം ചേർന്നു. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആദായ നികുതി ഇളവിനെ MDC യോഗം സ്വാഗതം ചെയ്തു. ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനെ അവഗണിച്ചതിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് പദ്ധതി പ്രഖ്യാപിക്കാഞ്ഞത് നിരാശപ്പെടുത്തി. നികുതി ഘടനാ മാറ്റവും അവശ്യ മരുന്ന് നികുതി ഇളവും മുതിർന്നവർക്കുള്ള പരിഗണനയും യോഗം സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് കൂടുതൽ പദ്ധതികളും തീവണ്ടികളും ഉണ്ടാകുമെന്നും യോഗം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ അർഹമായ ആവശ്യം യഥാസമയം മുഖ്യമന്ത്രി, ധനമന്ത്രി, റെയിൽവേയുടെ ചുമതലയുള്ള കായിക മന്ത്രി, ജനപ്രതിനിധികൾ എന്നിവർക്ക് MDC, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിവേദനം നൽകി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി MDC പ്രസിഡന്റ് ഷെവലിയർ C. ചാക്കുണ്ണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. ആദായ നികുതിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. മറ്റെല്ലാ മേഖലയിലും, കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ചെറുകിട വ്യാപാരികൾ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള നിരവധി ആശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുഴുവൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേക വയനാട്ടിലെ ആ മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് പ്രശ്നത്തിൽ പ്രത്യേക പാക്കേജോ അങ്ങനെ യാതൊന്നും കിട്ടിയിട്ടില്ല. 26,000 കോടിയുടെ സഹായ അഭ്യർത്ഥന പാക്കേജ് ധനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും ലഭിച്ചില്ല എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയത്. MDC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളായ MK അയ്യപ്പൻ, PI അജയൻ, MI അഷറഫ്, CV ജോസി, CC മനോജ്, ശ്രീകല മോഹൻ, TP വാസു, സൺഷൈൻ ഷൊർണൂർ, റൊണാൾഡ് JG എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി റൺ ഫോർ